ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളും കേസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പിന്നീട് തള്ളിപ്പോവുകയാണ് ചെയ്തത്. ഏറ്റവും ഒടുവിൽ അവശേഷിക്കുന്നതാണ് ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ്. ഈ കേസ് അന്വേഷണത്തിലെ കൂടുതൽ വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് SIT കൈമാറിയിട്ടുള്ള റിപ്പോർട്ടിൽ MR അജിത് കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് വീണ്ടും ഒരു തള്ളൽ, അല്ലെങ്കിൽ നീക്കിവെക്കൽ, അല്ലെങ്കിൽ ഒരു പൂഴ്ത്തിവെക്കൽ, അല്ലെങ്കിൽ വീണ്ടും ഒരു ക്ലീൻ ചിറ്റ് നൽകുന്ന തരത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ നമുക്ക് കാണുന്നുണ്ടോ സർ? ക്ലീൻ ചിറ്റ് നൽകാനുള്ള സാധ്യത വളരെ കുറവാന്ന് തന്നെയാണ് ഞാനും കാണുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ വിഷയമാണ്. UDF വളരെ കൃത്യമായും അവിടെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ഇപ്പൊ നമ്മുടെ AD തോമസ് അടക്കമുള്ള ഇവിടുത്തെ MLA-യും വേറൊരു ഉയർന്ന KSU നേതാവിനെയും വഴിയിലിട്ട് അടിച്ചത് നമ്മൾ കണ്ടതാണ്. ഒരു ബന്ധവുമില്ലാത്ത ഒരു ഗൺമാൻ, 2 ഗൺമാൻമാർ, അവർക്ക് അവിടെ വരേണ്ട ഒരു കാര്യമില്ല. മുഖ്യമന്ത്രി പോയിട്ടും ഗൺമാൻ അവിടെ ഒക്കെയാണ്. അപ്പൊ ഗൺമാൻ വന്ന് അടിക്കുകയാണ്. അത് ആ വടി തന്നെ പ്രശ്നമുണ്ട്. അതുപോലെ ഒരുപാട് കേസുകളുണ്ട്. അപ്പൊ ആ കേസ് ആദ്യം കഴിഞ്ഞ സർക്കാർ കേസ് എടുത്തില്ല, സ്വാഭാവികമായി. കാരണം അവർക്ക് രാഷ്ട്രീയമായി അവർ ഇങ്ങനെ രക്ഷാപ്രവർത്തനം ശരിയാണെന്ന് മുഖ്യമന്ത്രി പോലും ഒരു ഘട്ടത്തിൽ പറഞ്ഞ ഒരാളാണ്. ആ കേസ് എടുത്തില്ല. പക്ഷെ പുതിയ ഗവൺമെന്റ് വരുമ്പോൾ സ്വാഭാവികമായും ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു കേസാണ്. ഒരു MLA ആണ് ഇപ്പൊ അത്. അങ്ങനെ ഒരു കേസിൽ ഇവര് അന്വേഷണം കൊടുത്തു, SIT കൊടുത്തു, SIT റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ അജിത് കുമാർ അടിച്ച ആളല്ലല്ലോ. ഈ അടിച്ച ആളുകളെ രക്ഷിക്കാൻ MR അജിത് കുമാറിന്റെ അവിടെ വന്നപ്പോൾ അന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP ആയ അജിത് കുമാർ അതിൽ ഇടപെട്ടു എന്നതാണ് പ്രധാന വാദം. ഇടപെട്ടു എന്നുള്ളത് നമുക്ക് അനുഭവിക സത്യമാണ്. പക്ഷെ അത് കോടതിയിൽ തെളിയിക്കുക എന്നുള്ളത് വേറൊരു വലിയ പ്രശ്നം. ഇവർ രണ്ടുപേരും ഉദ്യോഗസ്ഥന്മാരവിടെ പോകുന്നു, SIT റിപ്പോർട്ട് കൊടുക്കുന്നു, അയാൾ അത് വലിച്ചേറി കളയുന്നു, അവർ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നു, അതിലൊരാൾ ബോധം കെട്ട് വിടുന്നു എന്ന് വരെ കഥയുണ്ട്. ഇത് അന്വേഷണ റിപ്പോർട്ടിൽ കൊടുത്തു. ഇത് കിട്ടുമ്പോൾ റൗഡ ചന്ദ്രശേഖർ എന്ന് പറയുന്ന DGP-യെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ട്. കാരണം അദ്ദേഹം നടപടി എടുത്താൽ, ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി ഇയാൾ കോടതി പോയാൽ ഈ പറയുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ പറയുന്ന ആളുകൾ തന്നെ പറയും ഗവൺമെന്റിന് വലിയ തിരിച്ചടി, ഗവൺമെന്റ് വലിയ തിരിച്ചടി എന്ന് പറയില്ലേ. സെൻകുമാറിന്റെ കഥ നമുക്ക് ഓർമ്മയുണ്ട്. സെൻകുമാറിന് ഇതുപോലെ, സെൻകുമാറിനെ ഈ LDF ഗവൺമെന്റ് വന്ന ഉടനെ മാറ്റി കഴിഞ്ഞ അയാൾ കോടതിയിൽ പോയി. അയാൾ തിരിച്ചു വന്നു, റിട്ടയർ ചെയ്യുന്നവരെയുള്ള അവിടെ DGP ആയിട്ടിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇത് രാഷ്ട്രീയമായി CPM സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അജിത് കുമാർ. നമുക്കതറിയാം. അജിത് കുമാർ ഇതിൽ മാത്രമല്ല, അജിത് കുമാർ നേരത്തെ പറഞ്ഞ പോലെ ഭൂമി വാങ്ങലുമായി ബന്ധപ്പെട്ട കേസ്, RSS നേതാക്കളുമായി കാണുന്ന കേസ്, അത് പിന്നെ കേസല്ല, രാഷ്ട്രീയമാണ്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഭൂമി വാങ്ങൽ കേസിൽ തന്നെ അയാൾ യഥാർത്ഥത്തിൽ അയാൾ BJP-യുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അയാൾ ED എപ്പോഴേ പൊക്കി. സിമ്പിളായ ഒരു കാര്യം പറയാം. അയാളുടെ ഭൂമി കച്ചവടത്തിൽ അയാൾ ഒരു ഭൂമി വാങ്ങുന്നു, കുറച്ച് ദിവസം ആഴ്ച കഴിയുമ്പോൾ ഇയാൾ മറിച്ചു വെക്കുന്നു. അങ്ങനെ ഇയാൾക്ക് 68 ലക്ഷം രൂപ, അതിൽ 68 ലക്ഷം രൂപ അയാൾ ക്യാഷ് വാങ്ങിയെന്നാണ്. ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ അതില്ല. 2 ലക്ഷം രൂപയെ കൂടുതൽ ഒരു ഇടപാടിൽ നിങ്ങൾക്ക് ക്യാഷ് കൊടുക്കാൻ പാടില്ല. അത് നിലവിലുള്ള നിയമമാണ്. അപ്പൊ ഞാൻ 68 ലക്ഷം രൂപ ക്യാഷ് വാങ്ങിയെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. അപ്പൊ ആദ്യം വരേണ്ട ED-യാ. പക്ഷെ ED കാണാനില്ല. ED ഇവിടെ ആവശ്യമില്ലാത്തടത്തൊക്കെ നടക്കേണ്ട ED. പക്ഷെ ED ഇപ്പൊ കാണാനില്ല. ED വന്നില്ല. ED എന്തുകൊണ്ട് വന്നില്ല? RSS നേതാവിനെ കാണുന്ന ആളുടെ വീട്ടിലേക്ക് ED വരില്ല. അപ്പോ അജിത് കുമാർ ED-ന്ന് രക്ഷപ്പെട്ടു. PMLA ആക്ടിൽ വരുന്നതാണ് ശരിക്കും അത്. കാരണം ഞാൻ 68 ലക്ഷം രൂപ ക്യാഷ് വാങ്ങിയെങ്കിൽ ഞാൻ PMLA ആക്ടിനകത്ത് വരും, മണി ലോണ്ടറിങ് ആക്ടിൽ വരും. ആ ക്യാഷ് എവിടെ പോയി, ആ ക്യാഷ് എന്തിനാ ചെയ്ത്, അതെങ്ങനെ ബാങ്കിൽ വരാതിരുന്ന്, ഇതൊക്കെ ഡോക്യുമെന്റ് ഉള്ളതല്ലേ. ഇയാൾ വാങ്ങിയതിനും ഡോക്യുമെന്റ് ഉണ്ട്, വിറ്റതിനും ഡോക്യുമെന്റ് ഉണ്ട്. ഇയാളെ ഭൂമി വാങ്ങിയതിനും ഡോക്യുമെന്റ് ഉണ്ട്, വിറ്റതിനും ഡോക്യുമെന്റ് ഉണ്ട്. ഇതിൽ 68 ലക്ഷം രൂപയ്ക്ക് കിട്ടിയ ഡോക്യുമെന്റ് ഉണ്ട്. പക്ഷെ ഈ 68 ലക്ഷം രൂപ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടില്ല. അപ്പോൾ സിമ്പിളാണ് കേസ്. പക്ഷെ വിജിലൻസ് അന്വേഷിച്ച് വെറുതെ വിട്ടു. അന്നത്തെ വിജിലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ കീഴിലുള്ള വിജിലൻസ് ആണ്. അവരെ അന്വേഷിച്ച് വെറുതെ വിട്ടു, എല്ലാവരും വിട്ടു. പക്ഷെ ഈ കേസിലാണ് ഇയാൾ കുടുങ്ങുന്ന സാധ്യതയുള്ളത്. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിലും കുറെ ക്രിട്ടിക്കൽ കാര്യങ്ങളുണ്ട്. ഇയാൾ നേരിട്ട് ഇടപെട്ടു എന്നതിന് തെളിവ് ഉണ്ടാവണം. മുമ്പ് കൊടുത്ത കുറ്റപത്രം കൊടുക്കണം. മുമ്പ് ഇവർ ഹാജരാക്കിയ ഡോക്യുമെന്റ് ഉണ്ടല്ലോ, ഇവർക്കെതിരെയുള്ള കുറ്റപത്രമോ അല്ലെങ്കിൽ ഇത് FIR FIS സംഘങ്ങളെ കൊണ്ടുചെല്ലുമ്പോൾ ഇയാളത് വലിച്ചു കളയാൻ പറഞ്ഞു കേസ്. അപ്പൊ അതിന് തെളിവുണ്ടാവും. അപ്പൊ ആദ്യം കൊടുത്ത സാധനം കാണണം. ഇങ്ങനൊരു സാധനമാണ് ഇയാളുടെ അടുത്ത് കൊണ്ടുചെന്നെ. ഇത് കൊണ്ടുചെല്ലുമ്പോൾ ഇയാൾ അവിടെ ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് റൗഡ ചന്ദ്രശേഖർ കുറെ ചോദ്യങ്ങൾ SIT-യോട് ചോദിച്ചത്. വളരെ ക്ലാരിറ്റിക്ക് വേണ്ടിയാ. കാരണം ആ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഇത് പെട്ടുപോകും. ഭയങ്കരമായിട്ട് തിരിച്ചടിക്കുക, രാഷ്ട്രീയമായി തിരിച്ചടിക്കാവുന്ന ഒരു കാര്യമാണ്. ഗവൺമെന്റിന് വലിയ പ്രശ്നമാണത്. സതീശൻ അതാ പറഞ്ഞേ, നാളെ നിങ്ങൾ ഇത് കോടതിയിൽ റദ്ദാക്കിയാൽ നിങ്ങൾ തന്നെ എഴുതില്ലേ ഗവൺമെന്റ് തിരിച്ചടിയെന്ന്, CPM ആഘോഷിക്കില്ലേ?
കേരളത്തിൽ CPM-ന്റെ ആളല്ലേ അയാള്. അപ്പൊ ആ അർത്ഥത്തിൽ എല്ലാം പഴുതടച്ചുള്ള ഒരു കുറ്റപത്രം ഇയാൾക്ക് കൊടുക്കുക. അപ്പൊ 31-ാം തീയതി മുതൽ ഇയാൾ DGP ആക്കണം. അല്ലെങ്കിൽ അപ്പൊ DGPക്ക് 2-3 പേരുണ്ട്. അതിൽ ഇയാളുണ്ട്, വേറെ മനോജ് അബ്രഹാം ഉണ്ട്, ശ്രീജിത്ത്. ലാസ്റ്റ് പേരല്ലേ ADGP MR. അതെ, പക്ഷെ എന്നാ പോലും ആക്കാലോ, ഗവൺമെന്റ് തീരുമാനിക്കാലോ. ഇയാൾക്ക് വേണമെങ്കിൽ കോടതി പോകാലോ, എന്നെ ആക്കണം എന്ന് പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും ആക്കിയാൽ. അപ്പൊ ഇയാൾ DGP റാങ്കിലേക്ക് ഇയാളെ പ്രൊമോഷൻ കൊടുക്കേണ്ടി വന്നാൽ ഇയാൾ ക്ലെയിം വെക്കും. അപ്പോൾ ശ്രീജിത്തോ മനോജ് അബ്രഹാമോ ഇയാളോ 3 പേരിൽ ഒരാളാണ് വരേണ്ടത്. അപ്പൊ ആര് വരുന്നത് നമുക്കിപ്പോഴും അറിയില്ല. അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ എന്തായിരിക്കും ഇയാളോടുള്ള സമീപനം? അപ്പൊ ഇയാൾക്കെതിരെ ചാർജ് ഷീറ്റ് കൊടുത്ത് ആ ചാർജ് ഷീറ്റ് നിലനിൽക്കുന്ന സമയത്തും ഇയാൾക്ക് കോടതി പോകാൻ പറ്റില്ല. ചാർജ് ഷീറ്റ് വന്നിട്ടില്ലേ കോടതി പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ കണക്കാക്കുന്നത് കുറച്ചുകൂടി ടാക്ടിക്കലാണ്. ഈ അവസാന നിമിഷത്തിൽ ഇയാൾക്ക് കൊടുക്കുകയും ഇയാൾക്ക് കോടതി പോകാൻ കഴിയാതെ വരികയും ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് വേറൊരാളെ DGP ആക്കുകയും ചെയ്താൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ അങ്ങനെയാവാം. ഞാൻ അങ്ങനെ ഒരു പ്ലാനിങ് ഞാൻ ഇതിൽ കാണുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ വലിയ അസ്വസ്ഥതയുണ്ട് ഇയാൾക്കെതിരായിട്ട്. പക്ഷെ ആ അസ്വസ്ഥത കൊണ്ട് കാര്യമില്ലെന്ന് ഞാൻ പറയുന്നത്. ആ അസ്വസ്ഥത കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. ഈ കോൺഗ്രസിന് താല്പര്യമുള്ള ഒരാളാവില്ലല്ലോ എന്തായാലും ADGP MR അജിത് കുമാർ. അല്ല അതുകൊണ്ടല്ല. പക്ഷെ കോൺഗ്രസിൽ ഇത് ഞാനീ പറഞ്ഞത് ഈ അജിത് കുമാറിന്റെ പിന്തുണ കോൺഗ്രസിനകത്ത് ഉണ്ടോ എന്നുള്ളതൊരു കാര്യം. പക്ഷെ അതിനേക്കാൾ പ്രധാനം ഈ ഒരു സൂക്ഷ്മത ഇക്കാര്യത്തിൽ വേണമല്ലോ. അതെ, നാളെ രമേശ് ചെന്നിത്തലയും സതീശനും കൂടി തീരുമാനം എടുത്താൽ, ഇയാൾക്കെതിരെ നടപടിക്ക് ഗവൺമെന്റ് തീരുമാനം എടുത്താൽ, ഇയാൾ കോടതി പോയി അത് ഇയാൾക്ക് കിട്ടാൻ കഴിയാത്ത രൂപത്തിലേക്കും വേറൊരാളെ DGP ആക്കി കൊടുക്കുന്നതിലേക്കും വരണ്ടേ. ഇപ്പൊ ശ്രീജിത്ത് ആവുന്ന കേൾക്കുന്ന, അല്ലെങ്കിൽ മനോജ് അബ്രഹാം, 2 പേരാണ് സാധ്യതയുള്ളത്. ഇവരാരെങ്കിലും ഒരാൾ വരും. ഇയാൾ കൊടുക്കരുത് എന്നുള്ളതാണല്ലോ ഇവരുടെ പ്രധാന കാര്യം. ബാക്കി നടപടിയൊക്കെ ഇയാളെ ശിക്ഷയൊക്കെ പിന്നെ വരുള്ളൂ, വിചാരണയും ട്രയലും ഒക്കെ വരുള്ളൂ. അപ്പൊ ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുക. ഇയാൾക്കെതിരെ ഈ പറഞ്ഞതുപോലെ ചാർജ് ഉണ്ട്, ഇയാൾക്കെതിരെ ഗുരുതരമായ ഒരു ചാർജ് ഉണ്ട്, അതുകൊണ്ട് ഇയാളെ വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ആളെ പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ അതാണോ സംഭവിക്കുക? അജിത് കുമാറിന് എനിക്ക് തോന്നുന്നില്ല അജിത് കുമാറിന് ഏതെങ്കിലും തരത്തിൽ ഒരു സ്വാധീനം കോൺഗ്രസിലോ UDF-ലോ ഉണ്ട്. കാരണം അതാരും ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല, അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ഇപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് ആയാലും പറ്റില്ല. RSS-നോട് അനുഭവം ഉള്ളവർക്ക് പോലും അജിത് കുമാറിനെ സപ്പോർട്ട് ചെയ്യാൻ UDF-ൽ നിന്നുകൊണ്ട് പറ്റില്ല. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ കണക്കാക്കുന്നത് ഇതൊരു അവസാന ഘട്ടത്തിൽ വരുന്നു. ഇയാളുടെ നേരത്തെയുള്ള കേസുകളിലൊക്കെ രക്ഷപ്പെടുത്തിയ പോലെ ഇത്തവണ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് ഇയാൾക്കെതിരെ മുമ്പ് വന്ന ആരോപണങ്ങളെയൊക്കെ അപേക്ഷിച്ചതിൽ ലേറ്റ് ആയിട്ടുള്ള ആരോപണമാണ്. കാരണം ഇയാൾ നേരിട്ട് ഇടപെട്ട ആക്ട് അല്ലല്ലോ. അതുകൊണ്ട് അതിൽ ഇയാൾക്ക് ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവാൻ പാടില്ല. ഇയാളെ ശിക്ഷിക്കുമ്പോൾ കൃത്യമായിട്ട് ഇയാളെ അതുകൊണ്ട് ശിക്ഷിക്കണം, ഇയാൾക്ക് ഒഴിവാക്കണം. DGP സ്ഥാനത്ത് നിന്ന് ഇയാളെ പ്രൊമോഷൻ ഇയാൾക്ക് കിട്ടാണ്ട് വന്നാൽ അത് കോടതി ചോദ്യം ചെയ്ത് രക്ഷപ്പെടില്ല. കാരണം ഇയാൾ പോയി പറഞ്ഞാൽ ഗവൺമെന്റ് ഇഷ്ടമുള്ള ആളെയാക്കി, നിങ്ങൾക്ക് അതിൽ എന്താ കാര്യമുള്ളത്? നിങ്ങൾക്കെതിരെ നടപടി വന്നാൽ നടപടി ക്യാൻസൽ ചെയ്യണമെന്ന് വേണമെങ്കിൽ ഇയാൾക്ക് പോവാം, അത് വേറെ കാര്യം. അതും ചിലപ്പോൾ കോടതി കിട്ടിയെന്ന് വരും, ഇയാൾക്ക് പറയാൻ പറ്റില്ല. പിന്നെ കോടതിയിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കണക്കാക്കുന്നത് ADGP MR അജിത് കുമാറിന്റെ സ്വാധീനമല്ല, അതിനേക്കാൾ ഉപരി ഗവൺമെന്റിന്റെ കോഷനാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ.